നമസ്കാരം. പശ്ചിമ ബംഗാൾ രാഷ്ട്രീയത്തിൽ മുഖ്യമന്ത്രി മമതാ ബാനർജിക്കും തൃണമൂൽ കോൺഗ്രസിനും കടുത്ത പരീക്ഷണ ഘട്ടങ്ങൾ സമ്മാനിച്ചുകൊണ്ട് അഭൂതപൂർവമായ രാഷ്ട്രീയ പ്രതിസന്ധി രൂപപ്പെടുന്നു. സംസ്ഥാന നിയമസഭയിൽ പാർട്ടിയെ പിടിച്ചുലച്ച ആഭ്യന്തര തർക്കങ്ങളും വിമത നീക്കങ്ങളും ഇപ്പോഴും ദേശീയ തലത്തിലേക്കും പാർലമെന്റിലേക്കും വ്യാപിക്കുകയാണെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേരിട്ട കനത്ത പരാജയത്തിന് പിന്നാലെ തൃണമൂൽ കോൺഗ്രസിന്റെ 20ഓളം എംപിമാർ പാർട്ടി വിട്ട് ഉടൻ തന്നെ ബിജെപിയിൽ ചേരുമെന്നാണ് പാർട്ടിയോട് അടുത്ത വൃത്തങ്ങളിൽ നിന്നുള്ള സൂചന. പാർലമെന്റിലെ ഈ കൂട്ടപലായനവുമായി ബന്ധപ്പെട്ട് ബിജെപിയുടെ ഏറ്റവും ഉന്നത തലങ്ങളിൽ ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും എംപിമാർ തങ്ങളുടെ താൽപര്യം ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ടെന്നും ദേശീയ മാധ്യമമായ NDTV റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പാർട്ടിക്കുള്ളിലെ വ്യാപകമായ അഴിമതി ആരോപണങ്ങളും ഭരണപരമായ വീഴ്ചകളും മുൻനിർത്തിയാണ് മുതിർന്ന നേതാക്കൾ അടക്കമുള്ളവർ മമതാ ബാനർജിക്കെതിരെ പരസ്യമായി രംഗത്ത് വന്നിരിക്കുന്നത്. നിയമസഭയിൽ ഇതിനകം തന്നെ 60 MLAമാർ ഋതുപ്രത ബാനർജിയുടെ നേതൃത്വത്തിൽ ഔദ്യോഗികമായി വിമതസ്വരം ഉയർത്തിക്കഴിഞ്ഞു. നിലവിൽ പാർലമെന്റിന്റെ ഇരുസഭകളിലുമായി തൃണമൂൽ കോൺഗ്രസിന് ആകെ 41 അംഗങ്ങളാണുള്ളത്. ഇതിൽ 28 പേർ ലോക്സഭയിലും 13 പേർ രാജ്യസഭയിലുമാണ്. പാർലമെന്ററി ഗ്രൂപ്പിൽ 20ഓളം പേരുടെ ഇത്തരമൊരു പിളർപ്പുണ്ടായാൽ അത് മമതാ ബാനർജിക്ക് വ്യക്തിപരമായ വലിയ പ്രഹരമാകും. ദേശീയ തലത്തിൽ പ്രതിപക്ഷ സഖ്യത്തിലെ രണ്ടാമത്തെ വലിയ ശക്തിയായ തൃണമൂൽ കോൺഗ്രസിലെ ഈ വിള്ളൽ കേന്ദ്രത്തിൽ പ്രതിപക്ഷ നിരയുടെ മൊത്തത്തിലുള്ള വീര്യത്തെയും സാരമായി ബാധിക്കും. ഈ രാഷ്ട്രീയ മാറ്റങ്ങൾ കേന്ദ്ര ഭരണകക്ഷിയായ ബിജെപിക്കും ലോക്സഭയിലെ പുതിയ സമവാക്യങ്ങൾക്കും വഴി തുറക്കും. നിലവിൽ ലോക്സഭയിൽ ബിജെപിക്ക് 240 എംപിമാരുടെ പിന്തുണയാണുള്ളത്. തൃണമൂലിൽ നിന്നുള്ള 20 വിമത എംപിമാർ ഒപ്പം ചേരുന്നതോടെ ബിജെപിയുടെ സ്വന്തം അംഗബലം 260 ഉയരും. എങ്കിലും ലോക്സഭയിൽ ഒരു ബില്ല് ഒറ്റയ്ക്ക് പാസ്സാക്കുന്നതിനാവശ്യമായ കേവല ഭൂരിപക്ഷമായ സംഖ്യ 272-ലെത്താൻ ബിജെപിക്ക് അപ്പോഴും 12 അംഗങ്ങളുടെ കുറവുണ്ടാകും. അതിനാൽ ഇത്തരം നിർണായക സന്ദർഭങ്ങളിൽ NDAയിലെ മറ്റ് ഘടകകക്ഷികളുടെ പിന്തുണ ബിജെപിക്ക് തുടർന്നും അത്യാവശ്യമായി വരും. അതേസമയം രാജ്യസഭയിലെ ആകെയുള്ള 245 സീറ്റുകളിൽ ബിജെപിക്ക് നിലവിൽ 113 അംഗങ്ങളാണുള്ളത്. അവിടെ 13 തൃണമൂൽ അംഗങ്ങളുടെ പിന്തുണ ലഭിച്ചാലും സഭയിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കാനിടയില്ല. കാരണം രാജ്യസഭയിൽ 3/2 ഭൂരിപക്ഷം തെളിയിക്കാൻ കുറഞ്ഞത് 164 അംഗങ്ങളുടെ പിന്തുണ ആവശ്യമാണ്. അതിനിടെ ബംഗാളിൽ തൃണമൂൽ നിയമസഭാ കക്ഷി ഔദ്യോഗികമായി 2 വിഭാഗങ്ങളായി വിഭജിക്കപ്പെട്ടു കഴിഞ്ഞു. 60 MLAമാരുടെ പിന്തുണയുള്ള ഋതുപ്രത ബാനർജിയുടെ വിഭാഗമാണ് തങ്ങളാണ് യഥാർത്ഥ തൃണമൂൽ എന്ന വാദവുമായി രംഗത്തെത്തി. ഇതിന് നിയമസഭാ സ്പീക്കറുടെ അംഗീകാരം ലഭിക്കുകയും ഋതുപ്രത ബാനർജിയെ പ്രതിപക്ഷ നേതാവായി നിയമിക്കുകയും ചെയ്തു. നിയമസഭയിൽ പ്രതിപക്ഷ നേതാവിനെ നിശ്ചയിക്കാനുള്ള മമതാ ബാനർജിയുടെ ഏകപക്ഷീയമായ തീരുമാനത്തെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഈ വിഭാഗം കലാപക്കൊടി ഉയർത്തിയത്. സംസ്ഥാനത്തെ അഴിമതികൾക്ക് പുറമെ RG കർ ആശുപത്രിയിലെ ബലാത്സംഗ കൊലപാതക കേസ് കൈകാര്യം ചെയ്യുന്നതിൽ സർക്കാരിന് സംഭവിച്ച വീഴ്ചകളും പാർട്ടിയിലെ അസംതൃപ്തി വർദ്ധിപ്പിച്ചു. കഴിഞ്ഞ ആഴ്ച മുഖ്യമന്ത്രി സുവേന്ദു അധികാരി വിളിച്ചു ചേർത്ത സുപ്രധാന യോഗത്തിൽ നിരവധി തൃണമൂൽ നേതാക്കൾ പങ്കെടുത്തത് ഈ പിളർപ്പിന്റെ ആഴം വ്യക്തമാക്കുന്നു. വരും ദിവസങ്ങളിൽ ലോക്സഭയിലും രാജ്യസഭയിലും കൂടുതൽ ചർച്ചകൾ ഉണ്ടാകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത്. ഇത് വിമത വിഭാഗത്തിന്റെ കരുത്ത് വർദ്ധിപ്പിക്കും. ഈ സാഹചര്യത്തിൽ പാർട്ടിയുടെ ഔദ്യോഗിക പേരും തെരഞ്ഞെടുപ്പ് ചിഹ്നവും കൈവിട്ടു പോകാതെ നിലനിർത്താനുള്ള കഠിന ശ്രമത്തിലാണ് മമതാ ബാനർജി.